എൻ്റെ ഈ തുമ്പിക്കൈ മാത്രം ചെസ്റ്റിൽ അമർന്നേക്കും. അപ്പോൾ അത് എപ്പോഴാണ് കൊമ്പ് ഊരണേ എന്ന് നോക്കി പല സ്ഥലത്ത് കിടക്കും. ആ കൊമ്പ് ഊരുന്നത് കണ്ട സ്ഥലത്തെ ആന കാലിൻ്റെ വഴി പിന്നെ ആന തുമ്പി പിടിക്കാൻ നോക്കി. പക്ഷെ അപ്പോഴത്തേക്ക് വീട്ടിൽ മറ്റൊരാളെ നേരത്തെ വഴിത്തേക്ക്. അപ്പോൾ നമ്മുടെ അന്നത്തെ 10-20 ആനയുണ്ടായിരുന്നു. പ്രാണ സംഘത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തിന് കൂടി തന്നെ അരുമയായി പോയിരുന്ന ആനയെ കൂടി തന്നെ അദ്ദേഹത്തിന് കൂടി തന്നെ ആനയ്ക്ക് വിശ്വാസമില്ലാണ്ട് എങ്ങനെയാണ് വിശ്വസിക്കാൻ? അപ്പൊ അവിശ്വസനീയമായിട്ടുള്ള ഒരു ജീവിയാണ്. പ്രവചിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സ്വഭാവമാണ് ആനകൾക്കുള്ളത്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലരും തെറ്റിദ്ധരിക്കും. എന്താ ഡോക്ടർ പറയുന്നത് അതിപ്രസംഗം വേണത് എന്നൊക്കെ തെറ്റിദ്ധരിക്കും. അത് വാസ്തവമാണ്. ഇതിലുണ്ടായപ്പോൾ എനിക്കും ഒരു സംഭവം ഉണ്ടായിരുന്നു. 3 കൊല്ലം മുമ്പ് ദാവങ്കിരി എന്ന സ്ഥലത്ത്, മൈസൂരിലെ ദാവങ്കിരി എന്ന സ്ഥലത്ത് അവിടെ ആനയെ ചികിത്സിക്കാൻ പോയി. ഗണേശൻ ആനയെ ചികിത്സിക്കാൻ പോയ സമയത്ത് തന്നെ ഇഞ്ചക്ഷനും കൊടുത്തു. ആന കിടന്നതിൽ നിർത്തിയിഞ്ചക്ഷൻ കൊടുത്തു. അപ്പൊ ഞാൻ ചെയ്ത പ്രാധാന്യത്തിൽ ആന നിർത്തിയിഞ്ചക്ഷൻ കൊടുക്കുന്നതാണ്. മടങ്ങി പോരുന്ന സമയത്ത് ആന പണ്ട് നിൽക്കുന്നുണ്ട്. ആന നല്ല ബന്ധമുണ്ട്. നട കെട്ടിയിട്ടുണ്ട്, അമരം കെട്ടിയിട്ടുണ്ട്. ആനക്കാരൻ നടക്കുന്നുണ്ട്. കരുത്തിൽ വികൃതിയാ നേരത്തെ പറയണ്ടേ. അപ്പൊ ഞാൻ ആനയോട് ആന പീയാക്കാം. സാധാരണ മലയാളികളോ ഒരു സമയത്ത് ഒന്ന് പീയാണ് ഞാൻ പീയാക്കാൻ പറഞ്ഞായിരുന്നു. പീയാക്കാൻ പറഞ്ഞാൽ പറയാൻ ഈ 6 ഇഞ്ച് ആനയ്ക്ക് അവിടെ നിന്ന് റിലീസ് കിട്ടി. ചാടിപ്പോ ചാടിയിട്ട് ആന എൻ്റെ കൊമ്പോട്ട് ഇടിച്ചു. ദൈവം കേട്ട് ഞാൻ പറഞ്ഞു. ഒരു കാരണമല്ല, ഞാൻ ചെയ്ത കുറ്റത്താ ആനയ്ക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നതാണ്. അങ്ങനെ വരായി തോന്നേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കാരണം വിജയമുണ്ട്. ഇവിടെ വീണു. പക്ഷെ അടുത്ത മെഡിക്കൽ കോളേജുള്ള സ്ഥലത്ത് ആവശ്യം ധാരാളം മെഡിക്കൽ കോളേജിൽ അവിടെ തന്നെ പോയി അവിടെ തന്നെ എക്സ്റേക്കാരി പോയി കുഴപ്പമില്ല. പക്ഷേ ദൈവാലയം വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ സഹായം മാത്രമാണ് രക്ഷപ്പെട്ടത്. 1 സെന്റിമീറ്റർ മുകളിൽ കയറിയിരുന്നെങ്കിൽ എൻ്റെ ഈ വലത്തെ കണ്ടു പോകുമായിരുന്നു. 1 സെന്റിമീറ്റർ താഴെ ആയിരുന്നെങ്കിൽ എൻ്റെ വലത്തെ താടിയെങ്കിലും പല്ലും പോകുമായിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. നമുക്കറിയാം ഇവിടെയുള്ള പോകുന്നുണ്ട് ഈ വാക്സിൻ പ്രോസസ്. ഇതിനാണ് ഉള്ളത്. അത് തുളഞ്ഞില്ല, പൊട്ടിയില്ല, ഞാൻ മറിഞ്ഞു കൊണ്ടെന്ന് മാത്രമേ. ഇതാണ് ശരി. ഈ അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാവണം, പ്രത്യേകിച്ച് ആനക്കാരൻ. അപ്പൊ ആന ഒരു ചെന്ന് കഴിഞ്ഞ് ഇണക്കം പോയില്ലേ നല്ല വിശ്വസനായിട്ടുള്ള ആനക്കാരൻ ചെന്ന് കഴിഞ്ഞാൽ ആന ഇണക്കം കൊടുക്കും. ഒരു കുരൂർ ശബ്ദത്താക്കും, കണയറിക്കും, മൂത്രമൊഴിക്കും, ഈ എണ്ണ ചെയ്യുകയാണ്. അപ്പൊ ഇത്തരത്തിൽ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാറുണ്ട്. സാധാരണ ആനക്കാരനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇണക്കം ഉപയോഗിക്കാണ് കുഴപ്പമില്ല. പക്ഷേ അതിന് ഉള്ളിലേക്ക് നേടുന്ന കാര്യങ്ങൾ, ആനയുടെ മനസ്സിലുള്ളിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു കാരണവശാലും വിശദീകരിക്കാൻ പറ്റിയില്ല. ഇത് ഞാൻ പ്രത്യേകം പറയണമെന്ന് നിങ്ങൾ ആരും പേടിപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇത് 2 സംഭവം മാത്രമല്ല, ഇതുപോലെ പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റാത്ത സംഭവങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ആ കാരണവശാല് ഒരു വന്യജീവിയുടെ ഒരു കാരണത്തിന് നമുക്ക് 100% മെരുക്കിയെടുക്കാൻ പറ്റില്ല എന്നിട്ടാണ് എൻ്റെ പരിപൂർണ്ണ വിശ്വാസം. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കുന്ന പരീക്ഷമാനായിട്ടുള്ള അപ്പം വേലാനിരിക്കുന്നുണ്ട്. വേലാനെ പോലെ ഓരോ കാര്യം പറ്റും. അത് 100% നമുക്ക് പറ്റില്ല. പക്ഷേ നമ്മൾ വടി നോക്കുന്നു, അടിക്കുന്നു, ചെറുപടക്കിൽ അടിക്കുന്നു, അല്ലെങ്കിൽ വലിയ വീടുകൾ കുത്തുന്നു, വലിയ പെരുതകത്തിൻ്റെ അവിടെ കുത്തുന്നു, അല്ലെങ്കിൽ എല്ലിൻ്റെ അവിടെ ജോയിൻ്റൊക്കെ കുത്തുന്നു. പക്ഷേ എന്തുണ്ടാവുന്നു? ആ പേടി കൊണ്ട് മാത്രമാണ് ആനകൾ നമ്മളെ അനുസരിക്കുന്നത്. സ്നേഹം കൊണ്ട് മാത്രം. സ്നേഹം കൊണ്ട് ആന അനുസരിക്കുക എന്നൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിൽ കൂടി തന്നെ ഈ 100% ശരിയല്ല, അത് അപകടമാണ്. ഒരു കാര്യം പറയുകയാണെങ്കിൽ കണക്കാവുന്ന താഴത്തെ പ്രദർശനത്തിൽ ഞാൻ ഫോട്ടോ വെച്ചിട്ട് കട്ടപ്പള്ളി ബാലനാരായണനെ നെയ്യുന്ന സമയത്ത് ആനക്കാരെ പട്ടയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് സ്പിൻ ബോർഡർ എറിയുന്ന പോലെ തിരിച്ച് അത് ഈ പട്ടയ്ക്ക് കൊടുത്തു വെച്ചിട്ട് എന്തെങ്കിലും. പക്ഷേ ആ കട്ടപ്പള്ളി ബാലൻ്റെ അമ്മ പാർവതി അമ്മ അവിടെ ഉണ്ടെങ്കിൽ ആനൊക്കെ കിടത്തിയാനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന അടിച്ചോട്ട് മാറി നിൽക്കും. പട്ടയ്ക്ക് കൊടുക്കാം. ആന യാതൊരു പ്രശ്നം ഉണ്ടാവുന്നില്ല. അപ്പൊ അവര് നിൽക്കുന്നതായിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ താഴെ വച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അപൂർവമായിട്ട് ചില സ്നേഹഘട്ടങ്ങൾ ഉണ്ടാവുന്ന മാത്രമേ. പണ്ട് മനകളാണ് ആന കുടിച്ചിരുന്നത്. മനകൾ ആന കൂടുന്ന സമയത്ത് ആന കുടിച്ചു വരുന്ന സമയത്ത് വീട്ടിലുള്ള അന്തർജനങ്ങള് ഉപ്പുമാൻ കൊടുക്കും. ആനയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു സാധനമാണ് ഉപ്പുമാങ്ങ. കൊടുത്തു കഴിഞ്ഞാൽ ആന ഓർഡർ
തന്നെ കൂടി കഴിഞ്ഞാൽ അവിടെ തന്നെ വായ പൊളിച്ച് കുഷിയുടെ മുന്നിൽ നിൽക്കും, പോകുകയും ചെയ്യും. പക്ഷെ അത്തരത്തിലുള്ള ആളുകൾ കൈവിട്ട് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ അനുസരിക്കും എന്നാണ് പറയുന്നത്. എനിക്ക് അനുഭവമായിട്ടില്ല, കുറേയൊക്കെ അനുസരിക്കുന്നതാണ് പറയാനുള്ളത്. ആ നിലയ്ക്കുള്ള ചട്ടവട്ടങ്ങളുണ്ട് എന്നല്ലാണ്ട് മറ്റുള്ള തരത്തിലുള്ള ചട്ടവട്ടങ്ങൾ ഇല്ല എന്നതാണ് എൻ്റെ. അപ്പം ആ നിലയ്ക്ക് നോക്കുമ്പോൾ നമ്മൾ ആനയെ ശരിക്കും മനസ്സിലാക്കണം. ഈ ആരാധന ജീവിയെ ശരിക്കും അതിൻ്റെ സ്വഭാവവും കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആനക്കാരനായ പ്രൊഫസനായ കഴിഞ്ഞാലും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ മനസ്സിലാക്കാതെ കൈകാര്യം ചെയ്തതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഇരിക്കാനുള്ള അമ്പലത്തിൽ ആന ഓടി, ഓപ്ഷൻ്റെ ഉണ്ണികൃഷ്ണൻ ഓടി എന്നുണ്ടായത് എന്താ എൻ്റെ പ്രൊവക്കേഷൻ്റെ കാരണത്താണ്. ആനയ്ക്കുള്ള പ്രത്യേക സ്വഭാവമുണ്ട്. ആനയുടെ സ്വഭാവം എന്ന് വെച്ചാൽ ആനക്കാരൻ വെച്ച് വേറെ ആനെ കൊമ്പ് പിടിക്കാൻ പാടില്ല. കൊമ്പ് മുറിക്കുന്നത് തന്നെ ആനയെ മാറ്റിക്കെടുത്തിട്ടാണ്. 3 കൊല്ലം പോലെ ആനെ കൊമ്പ് മുറിച്ച് ആനെ മാറ്റിക്കെടുത്ത ശേഷമാണ് ആനെ കൊമ്പ് കൊടുത്തത്. അല്ല നമ്മുടെ വിദഗ്ധനായിട്ട് ശശിയെ പോലെ ആൾക്കാർ മുറിക്കാൻ ഒക്കില്ല, മാറ്റിക്കെടണം, എന്നിട്ടാണ് പോലെ. അതുപോലെ ആ സ്വഭാവമുള്ള ആന വേറെ ആനക്കാരല്ലാത്ത ഒരാളെ കൊമ്പ് പിടിക്കുന്ന സമയത്ത് പെട്ടെന്ന് വെകിൽ പിടിക്കുകയും അതുമല്ല ഈ പട്ടെടുക്കാൻ വേണ്ടി ആനയുടെ ഇടയൊക്കെ അഴിച്ചിട്ട് അത് സ്വന്തം അങ്ങനെ കൂടുതൽ ആനയ്ക്ക് നേരിട്ടായിട്ടല്ല മതത്തിൻ്റെ വിശ്വാസം തരുന്നില്ല. പക്ഷെ ആ സ്വഭാവം അങ്ങനെയാണ്. ആ സ്വഭാവം അങ്ങനെയാണെന്നല്ല ആനക്കാരെ പറഞ്ഞു കൊടുക്കില്ല. പരിചയസമ്പന്നമായ പാവക്കാരാണ് ഒന്ന് അവസരത്തിലാണ് ഒന്നെന്നൊക്കെ പറഞ്ഞപ്പോൾ അറിയില്ല, അത് പിടിച്ചു. പിന്നെ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ കൂടി കഴിഞ്ഞപ്പോൾ ഉള്ളതായിട്ടുള്ള ഒരു സ്ത്രീ മരിക്കാൻ ഇടവുണ്ട്. സ്ത്രീ മരിച്ചിങ്ങനെ സ്ത്രീയുടെ എഴുന്നേറ്റ് ചെരിക്കൂടി കയറി. പക്ഷെ ദൈവാദിനം സ്ത്രീയുടെ കുട്ടീൻ്റെ കുട്ടി അപ്പുറത്ത് പോയിട്ട് പ്രത്യേകമായിട്ട് മേടിക്കാൻ പോയതാണെന്ന് പറയുന്നത്. ഈ നിതീഷ് എന്ന് പറഞ്ഞായിട്ടുള്ള പയ്യൻ എവിടെ ആന ഓടിക്കഴിഞ്ഞാലും നമുക്ക് കാണാം. നിതീഷ് നമ്മുടെ ഇവിടെ ഡേവിസ് വാരിട്ടുണ്ട്. ഡേവിസ് ഒന്നിട്ടോടെ ആന ഡേവിസ് എവിടെ ആന പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാലും അസുഖമായ കഴിഞ്ഞാലും ഓടിക്കഴിഞ്ഞാലും ആദ്യമായിട്ട് എത്തുന്നതായിട്ടുള്ള മാന്യദേഹമാണ് ഡേവിസ്. ഇതുപോലെ തന്നെയാണ് ഈ നിതീഷ് ആ ഭാഗത്ത് കന്നവട്ട ആ ഭാഗത്ത് എവിടെ ഉണ്ടായി കഴിഞ്ഞാൽ പല സാഹചര്യം അങ്ങനെ ഈ സാഹചര്യത്തിന് വേണ്ടിയിട്ട് കയറക്കെടുത്ത് പോയ ആളാണ്. പക്ഷെ അതിനെ വിടുന്ന പറ്റി ഈ ആനയുടെ സ്പീഡാണ് ഈ വരുന്നത്. പിന്നാക്കം നടന്നത് ഒരു കാലവകാശത്തും ആന ഓടുന്ന സമയത്ത് പിന്നാക്കം നടക്കാൻ പാടില്ല. പിന്നാക്കം നടക്കുകയാണ്. അപ്പോൾ ആന മാത്രമല്ല ആനയുടെ കയ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നീളമുള്ള എത്ര കൈ നീളമുള്ള ആനയുടെ നടക്കാനുള്ള ദുർലഭം. അപ്പോൾ ആ നിലയ്ക്കാണ് കയ്യിലേക്ക് തട്ടി അങ്ങനെ യാദൃശ്യമായ കേട്ടുള്ള പരമകൃത്യമാണ് വിശുദ്ധ നിതീഷ്. അപ്പം അങ്ങനെ മനസ്സിലാക്കാതാണ് അതൊക്കെ സംഭവിക്കുന്നത്. ഇത് പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അപകടങ്ങളെ സുരക്ഷിതമായിട്ട് ആന എഴുന്നേൽക്കണമെങ്കിൽ ആനകൾ അടിക്കടി ഓടാതിരിക്കണമെങ്കിൽ അടിക്കടി അക്രമാസത്താകാതിരിക്കണമെങ്കിൽ ആനയെ തന്നെ മനസ്സിലാക്കണം. ഒരു ആനപ്പാപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറുതെ വടി കൊണ്ട് നടക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയല്ല. വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവറെ പോലെ അല്ല. വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണെങ്കിൽ തന്നെ നമുക്കായിട്ട് അതിൻ്റെ വണ്ടിയുടെ മെക്കാനിസമൊക്കെ ഡ്രൈവർക്കാരെ പറ്റുന്നില്ല. അതല്ല, ഈ കൊണ്ടു നടക്കുന്നതായിട്ടുള്ള ആ ഒരു ജീവനുള്ള മൃഗമാണ്, എൻ്റെ സ്വഭാവം എന്നതാണ് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം അയാളുടെ ജീവനും കുഴപ്പമില്ലാത്ത നിലയിൽ ആനയുടെ ജീവനും കുഴപ്പമില്ലാത്ത നിലയിൽ കൈകാര്യം ചെയ്യുന്നത്. അതിന് തക്കതായിട്ടുള്ള പാകമാകുന്നതായിട്ടുള്ള കണക്കുണ്ടായിട്ടുള്ള പാപന്മാരുടെ എണ്ണം ഇന്ന് വളരെ വളരെ എന്താണ് കാരണം? കാരണം എന്താ? പാരമ്പര്യമായിട്ടുള്ള ഒരു പരിശീലനമായിരുന്നു. 2-3 കൊല്ലം മുതിർന്ന അമ്മാവൻ്റെ അച്ഛൻ്റെ പിന്നാലെ നടന്ന് വലിയൊരു പിടിച്ചെടുത്ത് രാത്രി പിടിച്ച് നടന്ന് അവസാനം ആനയുടെ ഇടപെടുന്നു. ആനയ്ക്ക് ഈ രാത്രി പിടിച്ചെടുക്കുന്നതായിട്ട് കൃത്യമായിട്ട് ഇടപെടാൻ പറ്റുന്നു. അങ്ങനെ പരസ്പരം മനസ്സിലാക്കുന്നു. അടികൊണ്ട് മാത്രമല്ല, കണ്ടുകൊണ്ട് പരസ്പരം മനസ്സിലാക്കുന്നു. ആ സാഹചര്യം ഇല്ല. പുതിയായിട്ട് ജോലിക്ക് വേണ്ട ആൾക്കാരെ വളരെ കഷ്ടത്തിൽ വെച്ചിട്ട് ആനക്കാരൻ നിലയിൽ അനത്തിൽ പോയി കേട്ട് കുറച്ച് 3-4 പേര് ചെയ്തമാനെ വിളിച്ചുകൊണ്ട് കല്ലെടുത്ത് എറിയാൻ പിടിക്കുക, കുത്തുക, വലിയ ചെയ്യാൻ ആനെ പരവശനാക്കുക എന്നതാണ്, ജീവശവമാക്കി തീർക്കുന്നതാണ്. അപ്പം എന്തുണ്ടാവും? ആന അപ്പം അനുസരിക്കുന്നില്ല. ഇനി അനുസരിച്ചില്ലെങ്കിൽ അതോടെയാണ് എന്ന് ബുദ്ധിമാനായിട്ടുള്ള ആന മനസ്സിലാക്കുന്നു, അനുസരിക്കുന്നു. പക്ഷേ ഈ ആന പിന്നെ കൊണ്ടു നോക്കുകയാണെങ്കിൽ